കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിൽ യാത്രക്കാരെ അപകടത്തിലാക്കി ഇറക്കിവിട്ട് ബസ് ജീവനക്കാർ. ഏതു നേരവും വാഹനത്തിരക്കുള്ള റോഡിൽ നടു റോഡിലാണ് യാത്രക്കാരെ ഇറക്കുന്നത്. ബസ് സ്റ്റാൻഡിനോട് ചേർത്ത വാഹനം നിർത്താറേയില്ല. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ മറ്റു വാഹനം ഇടിക്കാതെ യാത്രക്കാർ രക്ഷപ്പെടുന്നത് തലനാരിഴയ്ക്കാണ്. വിദ്യാർത്ഥികളെയും വയോധികരെയും എല്ലാം ബസ് ജീവനക്കാർ നടു റോഡിലേക്ക് ഇറക്കിവിടുന്ന കാഴ്ചയാണ്. ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇപ്പോൾ ഈ റോഡ് തുടങ്ങിയതിന് ശേഷം, പണി കഴിഞ്ഞതിന് ശേഷം നടക്കാവ് മുതൽ എല്ലാ ബസ്സുകളും, ലൈൻ ബസ്സും, അതിൽ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ അപ്പുറത്തെ സൈഡ് കൂടെ, റൈറ്റ് സൈഡ് കൂടെ വരുന്നത്. എന്നിട്ട് മീഡിയൻ്റെ മുകളിലാണ് ആളുകൾ, റോഡിൻ്റെ അപ്പുറത്താണ് ആളുകൾ ഇറക്കിയിടുന്നത്. അത് ക്രിസ്ത്യൻ കോളേജ് സിഗ്നലിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും. ഇവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പെട്ടെന്ന് ശ്രദ്ധയിൽ വരാൻ കാരണം ഈ മീഡിയനിൽ ഒരു പാവപ്പെട്ട ഒരു പ്രായമുള്ള ഒരു അമ്മ വീണു. എന്തെങ്കിലും പരിക്ക്, അപകടം സംഭവിച്ചതിന് ശേഷമാണ് സാധാരണ അത് വരിക. ഇത് അധികാരികൾ കണ്ണോർക്കുക. ഇവിടെ പോലീസ് സംവിധാനം ഇവരൊന്നും നോക്കുന്നില്ല. ബസ് സ്റ്റോപ്പ് ഇവിടെ ഉണ്ട്, ഓൾറെഡി പഴയ എല്ലാവർക്കും അറിയുന്ന ബസ് സ്റ്റോപ്പ് ഇവിടെ ഉണ്ട്. ഞാനിന്ന് കുറ്റ്യാടിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഫാത്തിമയുടെ അടുത്താണ് ഇറങ്ങേണ്ടത്. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പേ ബസ് എടുക്കാൻ നോക്കി. അപ്പോൾ പറഞ്ഞപ്പോൾ ഇറക്കി. അപ്പോൾ എൻ്റെ മുമ്പ് തന്നെ ക്രോസ് ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു പഠിക്കുന്ന കുട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ അവരൊരു വണ്ടി ചട്ടുന്ന പോലെ തോന്നി. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക്. ഈ വഴിക്ക് തന്നെ പണ്ടത്തെ പോലെ ആയാലും നല്ല സൗകര്യമായിരുന്നു. ഇതിന് ശേഷം ഭയങ്കര സ്പീഡിലാണ് വരുന്നതും. കൺമുന്നിൽ നടക്കുന്ന അനാസ്ഥ പോലീസ് ഇതുവരെ കണ്ട് ഭാവം നടിച്ചിട്ടില്ല. മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ശക്തമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ശരത് എസ് വിവരങ്ങൾ നൽകും. ശരത്, ഇപ്പോൾ നടുറോട്ടിൽ ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കിവിടുന്ന കാഴ്ച ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ റോഡ് വന്നതിന് ശേഷമാണ് ഈ പതിവെന്ന് പറയുന്നു. ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ട്. ഈ പോലീസ് ഇടപെടാത്തതെന്നാണ്. പോലീസിനോട് നമ്മൾ പ്രതികരണം ചോദിച്ചോ, എന്താണ് ഇങ്ങനെ ഇതിൽ പ്രതികരിക്കാത്തതെന്ന്? കാരണം തൊട്ടു പിന്നാലെ നിരവധി വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന റോഡാണ്. സ്മൃതി, അത് തന്നെയാണ്. അതായത് ഏത് നിമിഷവും അപകട സാധ്യതയുള്ള പ്രദേശമാണ് ഇത്തരത്തിൽ മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് എന്നുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ, ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ ലൈവായിട്ട് തന്നെ കണ്ടാൽ മനസ്സിലാക്കാം. സ്വകാര്യ ബസ്സുകൾ ആളുകളെ ഇറക്കുന്നത് നടു റോട്ടിലാണ്, അതായത് മീഡിയനിലാണ് ആളുകളെ ഇറക്കുന്നത് എന്നുള്ളതാണ്. അതായത് ബസ് ഇറങ്ങി ഏതെങ്കിലും യാത്രക്കാരൻ നേരെ ചെല്ലുന്നത് മറ്റൊരു വാഹനത്തിന്റെ മുന്നിലേക്കായിരിക്കും. അങ്ങനെ അപകട സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട പ്രതിസന്ധി. നാട്ടുകാരടക്കം നിരവധി തവണ ഇത് പരാതിയായി ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ പോലീസിന്റെ പരിശോധന ഈ ഭാഗത്ത് ശക്തമല്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാന പരാതി. അതായത് ഈ പോലീസ് പരിശോധന ശക്തമാക്കിയാൽ ഇത്തരം പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കും. ഒപ്പം കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിന്റെ മീഡിയൻ തന്നെ നേരത്തെ തന്നെ വലിയ വിവാദമായതാണ്. അതായത് മീഡിയന്റെ ഉയരക്കുറവും, അതായത് ഉയരത്തിലെ ഏറ്റക്കുറച്ചിലുണ്ട്. അതായത് മീഡിയൻ സാധാരണഗതിയിലുള്ള നിരപ്പായ അല്ലെങ്കിൽ ഒരേ ഉയരത്തിലല്ല മീഡിയൻ നിർമ്മിച്ചത്. പലയിടത്തും പല ഹൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് പെട്ടെന്ന് നടന്നു പോകാനുള്ള സാധ്യമായ ഒരു മീഡിയൻ കൂടിയല്ല. പെട്ടെന്ന് ഒരുപക്ഷെ വഴുതി വീഴാൻ, മഴയൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ വീഴാനുള്ള സാധ്യത പോലുണ്ട്. അങ്ങനെ വീഴുകയാണെങ്കിൽ ഏതെങ്കിലും വാഹനത്തിന്റെ മുന്നിലേക്ക് വീണ് വലിയ അപകടത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ ഇത്തരത്തിൽ നടുറോട്ടിൽ ഇറക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം. ഒപ്പം പോലീസിന്റെ പരിശോധന കൂടി ഈ ഭാഗത്ത് ശക്തമാക്കണം എന്നുള്ളതും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇത്തരത്തിൽ ബസ് ഇറങ്ങുന്ന ആളുകൾ തീർച്ചയായും അവർ ചെന്നപ്പെടുന്നത് ഇത്തരത്തിൽ നടുറോട്ടിൽ മറ്റൊരു വാഹനത്തിന് മുന്നിലേക്കാണ്. അതുകൊണ്ട് തന്നെ പല യാത്രക്കാരും ഈ ബുദ്ധിമുട്ട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ഈ വെള്ളിമാടുകുന്ന് മാനാഞ്ചിറ റോഡ് എന്ന് പറയുന്നത് നേരത്തെ വൺ വേ റോഡാണ്. ഇതിപ്പോൾ രണ്ട് പാതയാക്കി. പക്ഷേ രണ്ട് പാതയാക്കിയെങ്കിലും രണ്ട് ഭാഗങ്ങളിലൂടെയും ഒരു വശത്തേക്കുള്ള വാഹനം മാത്രമാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഒരു വശത്തേക്ക് പോകുന്ന വാഹനങ്ങളിൽ ബസ്സുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചത് ഇടതുഭാഗത്തൂടെയുള്ള ഈ ഭാഗത്താണ്. അതായത് തൊട്ടുപുറം ബസ് സ്റ്റോപ്പ് നേരത്തെ ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ഓട നിർമ്മാണത്തിന്റെ ഭാഗമായി ബസ് സ്റ്റോപ്പ് പൊളിച്ചു മാറ്റിയതാണ്. പക്ഷേ ഇവിടെയാണ് ബസ് സാധാരണഗതിയിൽ യാത്രക്കാരെ ഇറക്കേണ്ടത്. പക്ഷേ ഇവിടെ ഇറക്കുന്നതിന് പകരം സ്വകാര്യ ബസ്സുകൾ ഈ മറ്റൊരു പാത, അതായത് വലതുഭാഗത്തെ പാതയിലൂടെ കയറി വരുന്നു. പിന്നീട് ഈ ഭാഗത്തേക്ക് മീഡിയൻ ഉള്ളത് കൊണ്ട് തന്നെ അടുപ്പിക്കാൻ സാധിക്കില്ല. ആ സാഹചര്യത്തിൽ ഇവർ നടുറോട്ടിൽ ഈ മീഡിയനിൽ, അതായത് ഡിവൈഡറിൽ ഈ യാത്രക്കാരെ ഇറക്കുന്നു. ഇതാണ് അപകടം വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു വയോധികയെ ഉൾപ്പെടെ ബസ് ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെ ഇവിടെ വീഴുന്ന സാഹചര്യമുണ്ടായി. വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് യാത്രക്കാർ വന്നിറങ്ങുന്ന കോഴിക്കോട് നഗരത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് എന്നുള്ളത്. ഈ സാഹചര്യത്തിൽ ഇതാ ഓരോ ബസ്സും ഇപ്പോൾ തന്നെ നമ്മളൊരു
3-4 ബസ് സമാനമായ രീതിയിൽ റോഡിൽ ആളെ ഇറക്കുന്നത് കാണുന്നത്. അതായത് നടു റോട്ടിൽ ഇങ്ങനെ ആളെ ഇറക്കി അപകടത്തിലേക്ക് തള്ളിവിടുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞത്. എന്തായാലും പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും പരിശോധന ശക്തമായാൽ മാത്രമേ ഇതിനൊരു പരിഹാരമുണ്ടാകൂ എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ശരി, ഇപ്പോൾ സുരക്ഷയില്ലാതെ യാത്രക്കാരെ സ്വകാര്യ ബസ്സുകൾ നടുറോട്ടിൽ ഇറക്കി വിടുന്ന കാഴ്ചയാണ് കോഴിക്കോട് മാനാഞ്ചിറയിലാണ് സ്ഥിരം സംഭവങ്ങളുള്ളത്. ആ ദൃശ്യങ്ങളൊന്നുകൂടെ കാണാം. അവിടെ പോലീസ് അവിടെയുണ്ട്, ട്രാഫിക് പോലീസ് അവിടെ സ്ഥിരമായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇടപെടുന്നേയില്ല എന്നുള്ള വിചിത്രമായ ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് ഈ റോഡ് വന്നതിന് ശേഷം സ്വകാര്യ ബസ്സുകൾ ഇവിടെ ഈ നടുറോട്ടിൽ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ വന്ന് ബസ് ഇറങ്ങുന്ന സ്ഥലമാണ് മാനാഞ്ചിറ. തിരക്കുള്ള നഗരപാത കൂടിയാണ്. ഇവിടെ മറ്റു വാഹനങ്ങൾ പിറകെ വന്നു കഴിഞ്ഞാൽ വലിയ അപകട സാധ്യതയാണുള്ളത്. അവിടെ ഇറക്കി വിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു സ്ഥിരം ബസ് സ്റ്റോപ്പാക്കി സ്വകാര്യ ബസ്സുകൾ അത് മാറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പുറത്ത് ബസ് സ്റ്റാൻഡുണ്ട്, പക്ഷേ അവിടെ നിർത്തുന്നില്ല എന്നുള്ളതാണ്.